എവിടെയാണെന്ന് മനസ്സിലായി കാണുമല്ലോ. എന്തിനാ വന്നതെന്ന് മനസ്സിലായി കാണുമല്ലോ. അതെ, കോഴിക്കോട് ലുലു മാളിലാണ്. ലുലു ഹൈപ്പർ മാർക്കറ്റിലെ ഫുഡ് സെക്ഷൻ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സെക്ഷനാണ്. കോഴിക്കോട് ലുലു വന്നിട്ട് ഒരുപാട് കാലമൊന്നും ആയിട്ടില്ലെങ്കിലും ഈ ഫുഡ് സെക്ഷനോട് അമിതമായൊരു പ്രണയം എവിടെയോ കൊണ്ട് നടക്കുന്നുണ്ട്. കോഴിക്കോട്ടെ ഭക്ഷണ പാരമ്പര്യത്തിൻ്റെ മകുടോദാഹരണമൊന്നുമല്ല നമ്മൾ ഈ കാണുന്നത്. പക്ഷേ നമ്മൾ ഇവിടെ പോകുമ്പോൾ നമുക്ക് മനസ്സിനെ ആകെ കുഴപ്പിക്കുന്ന ഒരുപാട് ഭക്ഷണ വിഭവങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് എന്ന് പറയാതെ വയ്യ. എന്തൊക്കെയുണ്ട് എന്ന ചോദ്യത്തിന് പകരമായി എന്തൊക്കെയില്ല എന്ന് പറയുന്നതാവും വളരെ എളുപ്പത്തിൽ ഉത്തരം നൽകാവുന്ന ഒരു ചോദ്യം. വയറ് വിശന്ന് കടന്നു വരുന്ന ഒരു മനുഷ്യൻ്റെ മുൻപിൽ ഒരു സ്വർഗത്തിലെത്തിയ ഒരു അനുഭൂതി സൃഷ്ടിക്കാൻ ഇതുപോലുള്ള ഭക്ഷണ കൂട്ടുകൾക്ക് സാധിക്കുന്നുണ്ട് എന്ന് പറയാം. കേരളത്തിൽ ലുലുവിൻ്റെ 4ാമത്തെ പ്രൊജക്റ്റാണ് കോഴിക്കോട് നിലവിൽ വന്നത്. 2024 സെപ്റ്റംബറിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ മാളിന് 3.5 ലക്ഷം സ്ക്വയർ ഫീറ്റാണുള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ മാളൊന്നുമല്ല കോഴിക്കോട് നിലവിൽ വന്നത്. എന്നിരുന്നാൽ കൂടെ ലുലുവിൻ്റെ ഏത് പ്രൊജക്റ്റിലും ഇതുപോലുള്ള ഹൈപ്പർ മാർക്കറ്റുകളിലെ ഫുഡ് കോർട്ടുകൾ എല്ലാവർക്കും പ്രിയമുള്ളതാണെന്ന് പറയേണ്ടതില്ലല്ലോ. എപ്പോൾ വന്നാലും ഈ ഫുഡ് കോർട്ടിനിടയിലൂടെ ഒരു നടത്തം അതൊരു വല്ലാത്തൊരു അനുഭൂതിയാണ്. നമുക്കിഷ്ടമുള്ളതും നമുക്കിഷ്ടമില്ലാത്തതും നമ്മൾ കാണാത്തതുമായിട്ടുള്ള ഒട്ടനേകം വിഭവങ്ങളാണ് ഇവർ ഒരുക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ ആദ്യമായിട്ട് കാണുന്ന വിഭവങ്ങളെ നമ്മൾ തുറച്ച് നോക്കിക്കൊണ്ടിരിക്കും. അതെന്താണ്, അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയായിരിക്കുമെന്നൊക്കെയുള്ള ക്യൂരിയോസിറ്റി നമ്മുടെ മുഖത്ത് തെളിഞ്ഞ് കാണാം. എല്ലാത്തരം പ്രൊഡക്റ്റുകളും ഉണ്ട്. ചൂടോടെ വീഴുന്ന കുബൂസ് പല വിധത്തിലുണ്ട് അവിടെ. ആദ്യകാലത്തെ പ്രവാസികളുടെ ഇഷ്ടഭക്ഷണം അല്ലെങ്കിൽ അവർക്ക് സാധിക്കുമായിരുന്ന ഒരു വിഭവമായിരുന്നു കുബൂസ്. ഇന്ന് കേരളത്തിലെ എല്ലായിടത്തും നമുക്ക് കുബൂസ് കിട്ടുന്ന ഒരു സ്ഥിതിയായിട്ടുണ്ട്. അറേബ്യൻ മണ്ണിലുള്ള പല വിഭവങ്ങളും ഇന്ന് അറേബ്യൻ ഉള്ളതല്ല, മറിച്ച് ലോകത്തുള്ള ഏത് വിഭവങ്ങളും ഇന്ന് നമുക്ക് കേരളത്തിലും എല്ലായിടത്തും കിട്ടുന്ന രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഭക്ഷണം കഴിക്കേണ്ടവർക്ക് ഭക്ഷണമാവാം, അതല്ല ചെറു ലഘുകടികളാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതാവാം. ഇനി കേക്കാണോ അതാവാം. ഇതുമല്ലെങ്കിൽ ഫ്രൂട്ട്സ്, സാലഡ്സ് ഉണ്ട്, ഐസ്ക്രീംസ് ഉണ്ട്. ഇല്ലാത്തതായിട്ടുള്ള വിഭവങ്ങളെക്കുറിച്ച് പറയാൻ വളരെ കുറവായിരിക്കും. നമ്മുടെ നാടൻ പായസം വരെ അവിടെയുണ്ട് എന്നുള്ളത് നമ്മളെ ബോധ്യപ്പെടുത്തും. ബിരിയാണികൾ പലവിധമുണ്ട്, ചിക്കൻ ഐറ്റംസ് ഒരുപാടുണ്ട്, വിവിധ തരത്തിൽ പറഞ്ഞാലും തീരാത്തത്രയും. മാമോസ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായി മാറുന്ന വിഭവങ്ങളിലൊന്നാണത്. ഷവർമയൊക്കെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മൾ പറഞ്ഞ പായസം. നമുക്ക് എത്ര കുടിച്ചാലും മതി വരാത്ത പായസങ്ങൾ. ബിരിയാണി, തലശ്ശേരി ബിരിയാണി അടക്കം അവിടെയുണ്ട്. ചിക്കൻ കബ്സ, മന്തി, ന്യൂഡിൽസ്, അങ്ങനെ ഒട്ടനേകം വിഭവങ്ങളാണ്. ബീഫ്, ചിക്കൻ, മട്ടൻ, പിസ്സ, അതുപോലെ ഫ്രൈഡ് ചിക്കൻ എന്ന് വേണ്ട എല്ലാത്തരം വിഭവങ്ങളും. ചിക്കൻ്റെ ഷവായ വലിയ ഓഫറുകളോടെയാണ് നിരത്തി വച്ചിരിക്കുന്നത്. അതിൻ്റെ കൂടെ കോംപ്ലിമെൻ്റായി കുബൂസ് കിട്ടുന്നുണ്ട്. അതിൻ്റെ വില പട്ടിക നമ്മളവിടെ കണ്ടല്ലോ. ഇനി നമ്മൾ മറ്റൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇത് നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി പാചകം ചെയ്യാവുന്ന ഒരു ഷെൽഫുകളാണ്. എല്ലാത്തരം പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡുകളും നമുക്ക് ഇതിനകത്ത് ലഭ്യമാണ്. അതുപോലെ ഫ്രൂട്ട്സിൻ്റെ നമ്മളൊന്നും കാണാതിരിക്കുന്ന വിദേശത്ത് മാത്രം കണ്ടുവരുന്ന ഫ്രൂട്ട്സ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ആദ്യമായി പല ഫ്രൂട്ട്സുകളും നമ്മൾ കാണുന്നത് കേരളത്തിലുള്ള വിദേശത്തൊന്നും പോകാതിരിക്കുന്ന ആളുകൾ കാണുന്നത് ഇതുപോലുള്ള മാളുകളിൽ നിന്നായിരിക്കും. മാൾ സംസ്കാരം നല്ലതാണോ ചീത്തയാണോ എന്നുള്ള ചർച്ചകളൊക്കെ പലപ്പോഴും പല വേദികളിലും നടക്കാറുണ്ട്. പക്ഷേ നമുക്കിതൊക്കെ കാണാൻ പറ്റുന്നൊരു അവസരം ഉണ്ടാക്കിയെടുത്തതിന് ഇതുപോലുള്ള മാളുകൾക്ക് വലിയ പങ്കുണ്ട്. ഇവിടെ നമ്മൾ കാണുന്നത് എല്ലാത്തരം മീറ്റുകളും വിഭവങ്ങളായി അല്ലെങ്കിൽ അത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന വിവിധ ഡിസൈനുകളിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്നതാണ്. മീറ്റുകൾ മാത്രമല്ല, ഫിഷ് അടക്കം, ചിക്കൻ അടക്കം, ബീഫ് അടക്കം
ഏത് രൂപത്തിലാണോ നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങൾക്കത് പാകം ചെയ്ത് കഴിക്കാവുന്ന രൂപത്തിലേക്കത് മാറ്റി വച്ചിരിക്കുന്നു. ഒരു വളരെ നല്ലൊരു അനുഭൂതിയാണ് ഫുഡ് കോർട്ടിലൂടെ നാം നടക്കുമ്പോൾ. എന്തും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 2 മണിക്കൂറിനുള്ളിൽ നമ്മൾ ഭക്ഷണം കഴിച്ചിരിക്കണം എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ പാർക്കിങ്ങിൽ ഒറ്റ മനുഷ്യനില്ല. പാർക്കിംഗ് അത്രയേറെ വലുതാണ് എന്നുള്ളത് കൊണ്ടായിരിക്കാം. അപ്പോൾ നമ്മൾ ലുലു മാളിനോട് യാത്ര പറഞ്ഞിറങ്ങിയാണ്. പിന്നെ വരാമെന്ന് പറയുന്ന ഒരു വിടവാങ്ങൽ.